ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഇക്കയുടെ വീട്ടിലാണുള്ളത്. അപ്പോൾ ഒരു ദിവസത്തെ മുഴുവനായിട്ടുള്ള വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇന്ന് പുറത്ത് വ്യൂ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അത്യാവശ്യം നല്ല വ്യൂ ആണ്. ഇനി നമുക്കൊന്ന് സ്ട്രോങ് ആവാൻ വേണ്ടിയിട്ടൊരു സ്ട്രോങ് ചായ കുടിക്കാം. അപ്പോൾ രാവിലെ എണീറ്റ ഉടനെ തന്നെ എനിക്ക് ചായ കുടിച്ചിട്ടില്ലെങ്കിൽ എന്തെല്ലോ പോലെയാണ്. എല്ലാവർക്കും അങ്ങനെ തന്നെയൊക്കെ ആയിരിക്കും. പിന്നെ ചായ ഉണ്ടാക്കുമ്പോൾ ഒരു ബോറടി മാറ്റാൻ വേണ്ടിയിട്ട് ഒരു ഈത്തപ്പഴം എടുത്ത് കഴിക്കുകയാണ്. നല്ല ഈത്തപ്പഴം എനിക്കിഷ്ടമായി. അങ്ങനെ ഈത്തപ്പഴം കഴിച്ചുകൊണ്ട് ചായ ഉണ്ടാക്കി. ഇനി നമുക്ക് ചായ കുടിക്കാം. അങ്ങനെ ഞാനും മോളൊക്കെ ചായ കുടിക്കുകയാണ്. അപ്പം ഇതിൻ്റെ കൂടെ ഞാൻ കഴിക്കുന്നത് പഴംപൊരിയാണ് കേട്ടോ. പഴംപൊരി ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പഴംപൊരി കഴിക്കുകയാണ്. പിന്നെ മോൾക്ക് ചായ കൊടുത്തു. മോളങ്ങനെ ചായ വലിച്ചു കുടിച്ച് അവൾ പോവുകയാണ്. അവൾക്ക് ചായ നിർബന്ധമാണ്, പാലൊന്നും കുടിക്കില്ല. അവൾക്ക് ചായ മസ്റ്റാണ് കേട്ടോ. എന്നെപ്പോലെ തന്നെയാണ് അവളും. അങ്ങനെ അവൾ ചായ കുടിച്ച് അപ്പം അവൾ പോവുകയാണ്. വീഡിയോ എടുക്കുന്ന കണ്ടിട്ടുള്ളൊരു ആക്ഷനാണ് ഇതൊക്കെ. പിന്നെ ചായക്ക് എടുത്ത പാത്രമൊക്കെ ഒന്ന് കഴുകി വെച്ച് ചായ കുടിച്ച് അതിനെക്കാട്ടി മുൻപ് തന്നെ പെങ്ങളൊക്കെ കഴുകി വെച്ചിട്ട് ആൾ പോയതാണ്. അതുകൊണ്ട് ജസ്റ്റ് കഴുകേണ്ടി വന്നിട്ടുള്ളൂ. കാരണം അവിടെ വെച്ച പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി ഒന്ന് സെറ്റാക്കി വെക്കും കേട്ടോ. അപ്പം പിന്നെ അത്ര വലിയ ബുദ്ധിമുട്ടില്ല. ആ പ്ലേറ്റ് മാത്രം കഴുകി വെച്ച് ഞാൻ പോവാണ്. അപ്പം നമുക്ക് വർക്കിംഗ് ഏരിയയിലോട്ടേക്ക് പോയി നോക്കാം. എന്താണ് അവിടുത്തെ സംഭവങ്ങളൊക്കെ നോക്കാം കേട്ടോ. അവിടെ പോയി നോക്കുമ്പോൾ അവിടെ പഴമൊക്കെ പുഴുങ്ങാൻ വെച്ചിട്ട് കാണുന്നുണ്ട്. അവിടെ ജിമ്മിന് പോകുന്ന 2 ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് സെറ്റ് ചെയ്തതാണ്. പിന്നെ മോളെ ഒന്ന് ലെവലാകാൻ വേണ്ടിയിട്ട് അവൾക്ക് കളിക്കാനുള്ള ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. അവളവിടെ നിന്ന് അങ്ങനെ കളിക്കട്ടെ. പിന്നെ ഇവിടെ വന്ന് നോക്കുമ്പോൾ മോന് എണീറ്റ ഉടനെ തന്നെ ടി-വിൻ്റെ മുന്നിലാണ്. അതാണ് പ്രശ്നം. ഇവിടെ വന്ന് കഴിഞ്ഞാൽ പിന്നെ ഫുൾ ടൈമും TV, ഫോണ് അങ്ങനെ ആയിരിക്കും. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വർക്കിംഗ് ഏരിയയിലോട്ടേക്ക് വന്ന് നോക്കുമ്പം പെങ്ങൾ ബുൾസൈയൊക്കെ ആക്കുകയാണ്. കാരണം ഞാൻ പറഞ്ഞില്ലേ, ജിമ്മിന് പോകുന്ന 2 ആളുണ്ട്. അപ്പം പിന്നെ മെരിയോനും ഏട്ടനുമാണ് ജിമ്മിന് പോകുന്നത്. അപ്പം അവർക്ക് വേണ്ടിയിട്ടുള്ളത് സെറ്റ് ചെയ്ത് വെക്കുകയാണ്. പിന്നെ ഫുഡിനൊന്നും ഉണ്ടാവില്ല. അവർ കഴിച്ചിട്ട് അവർ പോയിക്കോളും. അവരെ ഷോപ്പിലേക്ക് അങ്ങ് പോകും. ആരും ഉണ്ടാവില്ല കേട്ടോ. നമ്മൾ മാത്രമേ ഇനി ഉച്ചക്കത്തെ ഫുഡിന് ഉണ്ടാവുള്ളൂ. അപ്പം ഉച്ചക്കത്തതും ഒന്ന് സെറ്റ് ചെയ്യണം. രാവിലത്തത് പിന്നെ പുട്ടും അതേപോലെ തന്നെ പിന്നെ എന്തെങ്കിലും ഉണ്ടാക്കിയ പുട്ടും പിന്നെ മുട്ട സുർക്കയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായത്. പിന്നെ അവിടെ ഉണ്ടായ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കുകയാണ്. അപ്പോൾ ഞാൻ കഴുകി വെക്കുമ്പോൾ പെങ്ങളൊക്കെ എടുത്ത് വെച്ച് അവിടെ സെറ്റ് ചെയ്ത് അങ്ങനെ അതൊക്കെ ഒന്ന് ലെവലാക്കി. പിന്നെ നമ്മൾ യൂസ് ചെയ്ത പാത്രമല്ല കേട്ടോ, അവിടെ ഉണ്ടായ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കും. ഇതാണ് നമ്മൾ പുതിയ അതിഥി എന്ന് പറഞ്ഞത്. ഇയാൾ വന്നിട്ട് കുറച്ച് ദിവസമായി ഞാൻ കണ്ടില്ല. ഞാൻ വന്ന് നോക്കുമ്പോൾ ഫസ്റ്റ് ടൈം കാണാമെന്ന് കൈയുടെ ടാറ്റയൊക്കെ പറയുന്നുണ്ട്. ഫുൾ ആക്ഷനാണ് ആൾ. അപ്പോൾ അതിൻ്റെ കൂടെ കുറേ സമയം ഇങ്ങനെ സ്പെൻഡ് ചെയ്തു കേട്ടോ. പിന്നെ പെങ്ങൾ കറി ഉണ്ടാക്കിയിട്ടുണ്ട്, കടലക്കറി. അപ്പോൾ ഞാനിങ്ങനെ പുട്ട് ചുടാൻ വേണ്ടിയിട്ട് പുട്ടൊന്ന് നനച്ച് വെക്കുകയാണ്. ഇനി നമുക്കൊന്ന് പുട്ട് ചുടാം. പിന്നെ മുട്ട സുർക്ക ഉണ്ടാക്കണം. ഇടയ്ക്ക് ഇയാളെ പോയിട്ട് ഇങ്ങനെ നോക്കും കേട്ടോ. പിന്നെ അടുത്ത് വിട്ടില്ല, പുറത്തുനിന്നാണ് ഇങ്ങനെ നോക്കുന്നത്. അടുത്ത് വന്ന് കിച്ചൺ ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ രോമമൊക്കെ വരുമെന്ന് വിചാരിച്ചിട്ട് പുറത്തുനിന്നാണ് ഇതിൻ്റെ കളി. എവിടെ നിന്ന് വന്നതാണെന്നറിയില്ല. കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അതിൻ്റെ വാലൊക്കെ കാണാൻ നല്ല മൊഞ്ചുള്ള ഒരു അതിഥി തന്നെയാണിത്. കാരണം നല്ല പെട്ടെന്ന് തന്നെ നമ്മൾ അടുക്കുന്ന ഒരു ടൈപ്പാണ് ഈ പൂച്ച. അപ്പം നമ്മളിങ്ങനെ ദൂരെ നിന്ന് ഇങ്ങനെ ഇടയ്ക്ക് പോയിട്ട് കളിക്കും. തൊട്ട് കളിയില്ലാണ്ട് ദൂരെ നിന്നുള്ള ഒരു കളിയാണ്. പിന്നെ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ പുട്ട് ഒരു ഭാഗത്തുനിന്ന് റെഡിയാകുന്നുണ്ട്, മുട്ട സുർക്ക റെഡിയാകുന്നുണ്ട്, എല്ലാം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഏട്ടൻ പോകുന്ന ടൈം ആയതുകൊണ്ട് ആൾക്ക് എല്ലാം സെറ്റ് ചെയ്ത് ആൾ ഫുഡൊന്നുമല്ല കഴിക്കുക, ഇതൊക്കെയാണ് കഴിച്ചിട്ട് ആൾ പോകും. അങ്ങനെ ആൾ കഴിച്ചു പോയി. പിന്നെ അകത്തേക്ക് വന്ന് നോക്കുമ്പോൾ എന്നുവെച്ചാൽ പിന്നെ ക്ലാസ് കേൾക്കുകയാണ്. അവൾ SSLC ആണ്. അപ്പം അതിൻ്റേതായ കുറച്ച് ബിസിയാണ് അവൾ. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഫുഡൊക്കെ ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. രാത്രിക്കത്തെ ബീഫ് കറിയുണ്ട്. അപ്പം മുട്ട സുർക്കക്ക് അത് സെറ്റാണ്. ഇതാ ബീഫ് ഫ്രൈ ഉണ്ട്. പിന്നെ കടലക്കറി നമ്മൾ പുട്ടിന് വേണ്ടിയിട്ട് സെറ്റാക്കിയതാണ്. ഇതൊക്കെ റെഡിയാക്കിയിട്ട് എന്താ കാര്യം, എൻ്റെ മക്കൾ പുട്ടും പഴയാണ് കഴിക്കുക. അപ്പം എൻ്റെ മോള് ചെറുത് അതാണ് കഴിക്കുന്നത്. പിന്നെ എല്ലാവരും അങ്ങനെ ഫുഡ് കഴിച്ചു, അവരൊക്കെ കഴിച്ചു. പിന്നെ ഇതാ ഉപ്പിലിട്ടത് ഇവിടെ മസ്റ്റാണ് കേട്ടോ. അപ്പം വന്നു കഴിഞ്ഞാൽ ഞാൻ വീഡിയോയിൽ കാണിക്കാറുണ്ട്. എല്ലാം ഉപ്പിലിട്ടതുണ്ട്, എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ.
അത് കഴിഞ്ഞ് പിന്നെ ആൾ സിയാദക്ക പോകാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. അതിനിടയിൽ ഒരാൾ ചൊറ തുടങ്ങിയിട്ടുണ്ട്. ഈ ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ അവൾക്ക് ഭയങ്കര ഫേവറേറ്റ് ആണ്. അപ്പോൾ ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇടും കേട്ടോ. അലക്കുക ഇടുക, അലക്കുക ഇടുക, അങ്ങനെയാണ്. ഈ ഡ്രസ്സ് അതിനു വേണ്ടി വെച്ചതാണ്. അവളുടെ പിന്നെ ഇഷ്ടത്തിന് വേണ്ടി ഇട്ട് കൊടുക്കാൻ വേണ്ടി മാത്രം മാറ്റി വെച്ച ഡ്രസ്സാട്ടോ ഇത്. കുളിയൊന്നും കഴിഞ്ഞില്ല. ഏതായാലും ഒരു ആ ഒരു സമയത്താണ് കുളിച്ചു കൊടുക്കും. അതുവരെ ഒന്ന് കളിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വിട്ടതാണ്. അതിനിടെ ഡ്രസ്സ് മാറുന്നിട്ട് അങ്ങനെ മാറിക്കൊടുത്തിട്ടുണ്ട്. ചിരിയൊക്കെ കാണുന്നുണ്ട്. എത്ര പേര് ചിരിക്കുമെന്ന് അറിയില്ല. കുറച്ച് കഴിയുമ്പോൾ തന്നെ സ്വഭാവമൊക്കെ മാറും. പിന്നെ ഇവനെ ഇവിടുന്ന് ഒറ്റയ്ക്ക് ഏട്ടൻ്റെ മക്കളൊന്നും ഇല്ല കേട്ടോ. അതുകൊണ്ടാണ് ഇവനിങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ ബോറടിച്ച് കളിക്കുന്നത് ടി വിൻ്റെ മുന്നിൽ തന്നെ. പിന്നെ അത് കഴിഞ്ഞ് നമ്മളും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു. ഞാൻ ഒറോട്ടിയായിരുന്നു കഴിച്ചത്. ഒറോട്ടിയും ബീഫ് കറിയാണ് ഞാൻ കഴിച്ചിട്ടുണ്ടായത്. അതൊക്കെ കഴിഞ്ഞ് പിന്നെ അവിടെ ഇങ്ങനെ ക്ലീൻ ചെയ്ത് കഴിച്ച നമ്മളെ ടേബിളൊന്ന് ക്ലീനാക്കാമെന്ന് വിചാരിച്ചു. ക്ലീനാക്കിയിട്ടൊന്ന് അവിടെ സെറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ രാവിലത്തെ ഫുഡിൻ്റെ ആ ഒരു തിരക്കൊക്കെ കഴിഞ്ഞൊന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു സമാധാനമുള്ള കിച്ചണ് കാണുമ്പം ഒരു സമാധാനം സന്തോഷമൊക്കെ ആണല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലീനാക്കി ഇതാക്കുകയാണ്. പിന്നെ ഉച്ചക്കത്തെ പരിപാടി അതിൻ്റെ ഇടയിലൂടെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ പിന്നെ ആ സമയത്ത് തന്നെ ഉച്ചക്കത്തിൽ ഓരോന്നോരോന്നായിട്ട് ഉണ്ടാക്കും. അങ്ങനെയാണ് ചെയ്യാറ്. അപ്പം പിന്നെ ഞാനിവിടുന്ന് ക്ലീനാക്കുന്ന സമയത്ത് ആൾ വറവിനുള്ളതൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ടിതാ കൂമ്പ് വറവാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ പയർ ഇന്ന് ഉച്ചക്ക് കഞ്ഞി ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. ആരും ഇല്ല കേട്ടോ, നമ്മൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ കഞ്ഞി, പയർ പിന്നെ അതൊക്കെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ള ഐറ്റംസും ആക്കുന്നുണ്ട്. പിന്നെ ഉച്ചക്കേക്ക് അതൊക്കെ സെറ്റായിക്കോളും. അപ്പം ഞാൻ വിചാരിച്ചു അടിച്ചു വരാൻ വേണ്ടി പോവാന്ന്. അപ്പോൾ ആളിങ്ങനെ പൂച്ചനെയാണ് നോക്കുന്നത്. പൂച്ച വെളിയിലാട്ടോ. അപ്പോൾ ഇങ്ങനെ നോക്കിയിട്ട് കളിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ആൾക്കാണെങ്കിൽ അകത്തേക്ക് കയറണം. അതിനെ കയറ്റിയില്ല കേട്ടോ. കയറ്റി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു മനസ്സിനൊരു ഇതില്ല. ഫുഡൊക്കെ കഴിക്കുന്ന ഏരിയ അല്ലേ. പിന്നെ അത് കഴിഞ്ഞ് അലക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളൊക്കെ അലക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് പിന്നെ ഞാൻ വിചാരിച്ചു ആർത്തിയിടാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ആർത്തിയിടാണ്. ഇവൾ പിന്നെ ഞാൻ എവിടെ പോകുന്നു അവിടെയൊക്കെ വന്നിട്ട് അതിൻ്റെ ഇടയിൽ വന്നിരിക്കുകയാണ്. അതിൻ്റെ നടുക്ക് ഇങ്ങനെ നിൽക്കുകയാണ്. അടിച്ചു വരാൻ വേണ്ടിയിട്ട് മേലോട്ടേക്ക് വന്നതാണ്. അത് അവിടെയും അവൾ വന്നു. കാരണം ഏട്ടൻ്റെ മക്കളില്ലാതുകൊണ്ട് എൻ്റെ പിറകെ തന്നെ ഇങ്ങനെ വാല് പിടിച്ച പോലെ നടക്കുകയാണ്. അല്ലെങ്കിൽ ഏട്ടൻ്റെ മക്കളുണ്ടെങ്കിൽ കഴിഞ്ഞാൽ അവരെ കൂടെ തന്നെ ഉണ്ടാവും. അവർ കുറച്ച് കഴിഞ്ഞാൽ വരും കേട്ടോ, വൈകുന്നേരം വരും. അപ്പം പിന്നെ അതുവരെ ഞാനിങ്ങനെ എന്താ പറയണ്ടേ, സോപ്പിട്ട് പിടിക്കണം, അല്ലെങ്കിൽ വല്ലാത്ത സ്വഭാവമായിരിക്കും. അങ്ങനെ മേലയിലൊക്കെ ഒരുക്കി വെക്കാനുണ്ടായിരുന്നു. ബെഡ്ഷീറ്റ് കാര്യങ്ങളൊക്കെ പിരിക്കാനുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ പിരിച്ച് അങ്ങനെ സെറ്റ് ചെയ്യാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒന്നും ആരും കിടക്കാറില്ല, മേലയിലൊന്നും ആരും യൂസ് ചെയ്യാറില്ല. നിങ്ങൾ വന്നു കഴിഞ്ഞാലൊക്കെ അങ്ങനെ എനിക്ക് യൂസ് ചെയ്യും. പിന്നെ അവിടുത്തെ അങ്ങനെ ബെഡ്റൂമൊക്കെ ഒന്ന് ഇതാക്കി എടുക്കുകയാണ്. നമ്മൾ കിടക്കുന്ന ബെഡ്റൂം മാത്രം ഇന്നലെ സെറ്റാക്കിയിട്ട് അങ്ങനെ കിടന്നതാണ്. അപ്പോൾ പിന്നെ ഇപ്പുറത്തെ റൂമൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ബെഡ്ഷീറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് വിരിച്ചൊന്ന് ലെവലാക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ആക്കിയതാണ്. അങ്ങനെ അവിടെ ഏകദേശം ഒന്ന് സെറ്റാക്കിയിട്ടുണ്ട്. അടിച്ചു വാരി അങ്ങനെ അവിടെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ പിരിച്ച് അങ്ങനെ അവിടെ അടിച്ചു വാരലൊക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് താഴോട്ടേക്ക് പോകണം. അവൾ അവിടെ നിന്ന് എടുത്ത സാധനങ്ങൾ അവിടെ തന്നെ വെച്ചിട്ട് അവൾ ഇറങ്ങുന്നത്. ഇവിടെ ലവ് ബേർഡ്സൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അങ്ങനെ താഴേക്ക് ഇറങ്ങി. അതിനിടയിൽ ഞാൻ കിച്ചണിലേക്ക് പോയി. അടിച്ചു വാരലൊക്കെ കഴിഞ്ഞിട്ട് കിച്ചണിൽ പോയി നോക്കുമ്പോൾ ഇവിടെ ഉച്ചക്കേക്കുള്ള ബാക്കി ഐറ്റംസൊക്കെ ഇവിടെ റെഡിയാകുന്നുണ്ട്. ചേന ഫ്രൈയിലെ പിന്നെ കായ ഇതുപോലെ ആക്കിയത്, പച്ചക്കായ ഉണ്ടാവില്ല, പച്ചക്കായ വെച്ചിട്ട് ഇതുപോലെ ചെയ്തിട്ടുണ്ട്. പിന്നെ മീൻ ഫ്രൈ, കഞ്ഞിയെന്ന് വിചാരിച്ചിട്ട് കുറേ ഐറ്റംസൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ പൊളിക്കും മിക്കവാറും. പിന്നെ അങ്ങനെ ഉപ്പിലിട്ട ഐറ്റംസൊക്കെ ഇവിടെ ഉണ്ട്. ഇത് ഞാൻ ചാമ്പൊക്കെ എടുത്ത് കഴിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ മോളൊക്കെ കുളിച്ച് കഴിഞ്ഞ് അങ്ങനെ ഫുഡ് കൊടുക്കുകയാണ്. അവൾ കഞ്ഞി വെച്ചിട്ട് എന്തൊക്കെയോ കളിക്കുകയാണ്. അവൾ കഞ്ഞിയിൽ എന്താ പറയുക എല്ലാം ഇട്ട് കുഴച്ച് എണീറ്റ് കേട്ടോ. അവൾ കഴിച്ചില്ല. അവൾ ആകെ ചേന ഫ്രൈ ആയിട്ട് കഴിച്ചിട്ട് അവൾ എണീറ്റു. പിന്നെ നമ്മൾ അങ്ങനെ സെറ്റ് ചെയ്യാണ്. കഞ്ഞി ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് കുടിക്കാമെന്ന് വിചാരിച്ച്. കുറേ ഇങ്ങനെ കഞ്ഞിയൊന്നും കുടിക്കാതെ, ഇതൊരു വെറൈറ്റി ആണല്ലോ. പൊതുവെ എനിക്കിഷ്ടമുള്ള ഐറ്റംസ് അല്ല, പക്ഷേ കഞ്ഞി ഞാൻ അങ്ങനെ കുടിക്കാറില്ല. പക്ഷേ ഇങ്ങനെയൊക്കെ കണ്ടപ്പോൾ എനിക്കൊരു ആഗ്രഹം, ഇതുപോലെ ഒന്നാക്കി കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് നല്ല ഇൻട്രസ്റ്റിൽ തന്നെയാണ് അന്ന് കഞ്ഞി കുടിച്ചത്. പനി വന്നാൽ പോലും കഞ്ഞി കുടിക്കാറില്ല, പക്ഷെ ഇങ്ങനെയൊക്കെ ആയി നോക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ കഞ്ഞി കുടിച്ചു.
അങ്ങനെ മീൻ ഫ്രൈ ഒക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് എല്ലാം റെഡിയായി. പിന്നെ കുറച്ച് സമയം റെസ്റ്റ് എടുത്തു. അത് കഴിഞ്ഞ് ചായ കുടിച്ചു. ഇത് ചായ കുടിച്ച് കഴിഞ്ഞിട്ട് നമുക്കൊരു സ്ഥലം വരെ പോകാനുണ്ടായിരുന്നു. ഒരു പുതിയ വീട് കാണാൻ വേണ്ടിയിട്ടുള്ള പോക്കാണ് കേട്ടോ. വീട്ടിൽ കൂടുതലും പോകാൻ പറ്റിയില്ല. അപ്പം ആ വീടൊന്ന് കാണണം എന്നുള്ളൊരാഗ്രഹത്തിൽ നമ്മൾ വേഗം ചായ കുടിച്ച് പോകാൻ വേണ്ടി പോവാണ്. അതിൻ്റെ ഇടയിൽ ഫ്രൂട്ട്സൊക്കെ ഒന്ന് കട്ടാക്കി രാത്രിക്കേക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇത് പുറത്തിറങ്ങി കുട്ടികളൊക്കെ ഒന്ന് കളിക്കുകയാണ്. കുട്ടികൾ കുറച്ച് സമയം ഇങ്ങനെ കളിച്ച് കഴിഞ്ഞ് അങ്ങനെ അവർ കളിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കളിക്കുകയാണ്. കളിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പോകാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ ഏട്ടൻ്റെ മക്കളൊക്കെ വന്നു കേട്ടോ. പിന്നെ കുട്ടികൾ നല്ല കളിയൊക്കെ ആയി. പിന്നെ നമ്മൾ വീട് കാണാൻ വേണ്ടിയിട്ട് പോയി. അവിടെ അടുത്ത് തന്നെയാണ്, ദൂരമൊന്നുമല്ല. ഇതാണ് വീട്. ഈ വീട് കാണാനാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. പിന്നെ എൻ്റെ വീടിൻ്റെ പണി നടക്കുന്നത് കൊണ്ട് ഇങ്ങനെ എല്ലാ വീട്ടിലും പോയിട്ട് ഇങ്ങനെ കാണലുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര പിന്നെ ഇൻട്രസ്റ്റാണ് വീട് കാണാൻ. പൊതുവേ ഇങ്ങനെ ആദ്യമൊന്നും അങ്ങനെ മൈൻഡ് ചെയ്യാറില്ല. പക്ഷേ ഇപ്പം ഞാൻ എല്ലാം പെയിൻറ്റ് തൊട്ടിട്ട് പിന്നെ മാർബിൾ തൊട്ടിട്ട് അതിൻ്റെ എല്ലാ ഇൻറ്റീരിയറും പോയി നോക്കാറുണ്ട്. എന്തായാലും ജസ്റ്റ് കാണാനൊരു രസമായിട്ട് തോന്നും. നല്ല അടിപൊളി വീടാട്ടോ. നല്ല ഐഡിയ പൂർവ്വം ചെയ്തു വെച്ച പോലെ തോന്നി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഒന്നും എവിടെയും നമുക്ക് വേസ്റ്റ് ആകാണ്ട് എല്ലാം നമുക്കൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഏരിയ ആക്കി എടുത്തിട്ടുണ്ട്. നല്ല അടിപൊളിയാണ്. ഓപ്പൺ കിച്ചണൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് എല്ലാം കൊണ്ടും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ വീടൊക്കെ കണ്ടു. അതാണ് കിച്ചണൊക്കെ എല്ലാം നല്ല അടിപൊളിയായിട്ടോ. ഒന്നും നമുക്ക് മൈനസ് പറയാനില്ല. ചായ കുടിയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി. അങ്ങനെ രാത്രിക്കത്തെ ഫുഡൊക്കെ ഇവിടെ റെഡിയായിരുന്നു. ചിക്കൻ കറി, ചിക്കൻ ഫ്രൈ, ഒറോട്ടി ആണ് അതൊക്കെ കഴിച്ച് നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. ഇന്നത്തെ ദിവസം ഇങ്ങനെയാണ്. എൻ്റെ ഇന്നത്തെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പിന്നെ നല്ല മഴ പെയ്തിട്ട് നമ്മൾ ഇറങ്ങുന്ന സമയത്ത് നല്ല അടിപൊളി വലിയ മഴയായിരുന്നു. പിന്നെ മഴയൊക്കെ ആറിയിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ. ബൈ.